ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിവാഹമായിരുന്നു. വിവാഹം ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ട് തന്നെയാണ് നടത്തിയത്. പിന്നെ മീഡിയനൊന്നും ഞാൻ അറിയിച്ചില്ല, കാരണം എനിക്ക് മീഡിയയായിട്ടൊന്നും അങ്ങനെ ബന്ധമില്ല. ഒരു സിനിമ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ആരെ വിളിക്കണമെന്നൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഭാര്യനെ കൊണ്ട് ഒളിച്ച് എവിടെയും പോയിട്ടൊന്നുമില്ല. എനിക്കൊരു കുട്ടിയുണ്ട്, അത് ഞാൻ എവിടെയും മറച്ചു വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഓപ്പണായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇതിനെക്കുറിച്ച് അറിയാത്തവരെന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് എനിക്കറിയണ്ട, പക്ഷേ ഞാൻ വളരെ ഓപ്പണായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. കുടുംബം ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊക്കെ തന്നെ പോണു. പിന്നെ വീട്ടിലെ അമ്മയ്ക്കൊക്കെ ഇറ്റ്സ് ലൈക്ക് അങ്ങനെ ഒരു സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ പോകേണ്ട ഒരു ഫീൽഡാണ്. ഒരു ശാശ്വതമല്ലാത്തൊരു സംഭവമാണല്ലോ. സിനിമ ഹിറ്റായ നമുക്ക് നല്ല കരിയറുണ്ട്, സിനിമ ഫ്ലോപ്പായാൽ അതോടി തീർന്നു. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എന്തായാലും പാരൻസിന് നമ്മളോട് അടുത്തുണ്ടാവും. ബട്ട് സ്റ്റിൽ ഇത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ഒരു പാഷനാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. ക്രിക്കറ്റ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് സീസണിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് കളിക്കാൻ സാധിച്ചിരുന്നു. 1-2 ഗെയിമിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു. അതെനിക്ക് നല്ലൊരു ഒരു മൈലേജ് ഉണ്ടാക്കി തന്നു. കാരണം എത്രയോ കോടി ജനങ്ങൾ ഒറ്റയടിക്ക് കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ മാത്രമല്ല പ്രിയൻ സാറാണെങ്കിലും ലിസി ചേച്ചി ആണെങ്കിലും ലാലേട്ടൻ എല്ലാവരും ഭയങ്കര അവരൊരു മാനേജേഴ്സിനെ പോലെ പെരുമാറിയൊന്നുമില്ല. വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ ആക്ടേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കുറച്ച് നാൾ പോകുന്നൊരു സമയമാണ്. പിന്നെ സീരിയസ് ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല, ക്രിക്കറ്റാണ്, ഇറ്റ്സ് ഫൺ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുമെങ്കിലും ബാക്കിയുള്ള സമയം എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു സമയമാണ്. അത് എനിക്ക് പുറമേ കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് യുണൈറ്റ് ചെയ്ത് കാണാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒരു റീസൺ വേണമല്ലോ എപ്പോഴും. അത് അപ്പോൾ ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു സെക്കൻഡ് സീസൺ എന്തൊക്കെ വന്നാലും ഞാൻ കളിക്കും. കാരണം ഫസ്റ്റ് സീസണിൽ നമുക്ക് അങ്ങനെ ഒരു ഒരു 1% എനിക്ക് ഗുണം കിട്ടിയതാണ് CCL കാരണം. അപ്പോൾ സെക്കൻഡ് സീസൺ കളിക്കുമെന്ന് തീരുമാനിച്ചു. പക്ഷേ സെക്കൻഡ് സീസൺ വന്നപ്പോഴേക്ക് എനിക്ക് നല്ല ഓഫേഴ്സൊക്കെ വന്നു. ആ കറക്റ്റ് ടൈമിൽ നല്ല ഓഫേഴ്സ് വന്നു. പക്ഷേ ഞാൻ അവരോട് പോയി പറഞ്ഞു, ഇതാണ് റീസൺ, എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഇങ്ങനെ ഒരു ഗുണം കിട്ടിയതാണ്. അപ്പോൾ ഈ വർഷം അത് മറന്നിട്ട് എനിക്ക് സിനിമയുണ്ടെന്ന് പറഞ്ഞ് പോരാൻ സാധിക്കില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തേക്കുന്നതാണ്. അതിൻ്റെ പേരിൽ എനിക്ക് സീസൺ കളിച്ചേ പറ്റൂ. കുറച്ച് സിനിമകളൊക്കെ നഷ്ടപ്പെട്ടു, പക്ഷെ എന്നാലും രണ്ടുപേരും രണ്ട് രീതിയിൽ ടാലൻറ്റഡ് ആണ്. വിനീത് സ്ക്രിപ്റ്റിങ്ങിൽ വളരെയധികം ശ്രദ്ധിച്ച് സമയമെടുത്ത് ഡയലോഗ്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ നിന്ന് വരും നമ്മൾ ചോദിക്കും. ഇതെങ്ങനെ ഈ ഡയലോഗ് ഇത് ഇങ്ങനെ വന്നു? ഭയങ്കര സമയമെടുത്ത് വിനീത് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോലും പുള്ളി വേറെ വേൾഡിലാണ്, വേറെ ട്രിപ്പിലായിരിക്കും. അപ്പോൾ വിനീത് ശ്രദ്ധ കൊടുക്കുന്നത് സ്ക്രിപ്റ്റിംഗ് സംഭവം ഇതാണ്. അൽഫോൺസ് നേരെ തിരിച്ച് മേക്കിംഗ് ആണ് അതിൻ്റെ അൽഫോൺസിന് ശ്രദ്ധ. അൽഫോൺസിന് ഒരു കഥ സംഭവം, അതിൻ്റെ ഒരു ഐഡിയ കിട്ടുക, ഇതെങ്ങനെ മേക്ക് ചെയ്ത് എത്തിക്കാം. കാരണം സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സൗണ്ടിന് ഭയങ്കര പ്രാധാന്യമുണ്ട്, കഥയ്ക്കൊരു പ്രാധാന്യമുണ്ട്, മേക്കിംഗ് പ്രാധാന്യം. അപ്പം അൽഫോൺസ് കൂടുതലും ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ്. അത് വഴിയെ തെളിയും. വിനീത് ഓൾറെഡി തെളിയിച്ചു, അൽഫോൺസിൻ്റെ സമയമാവും. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. എനിക്ക് എൻ്റെ കരിയറിൽ ഭാഗ്യം ഒരുപാട് തുണച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് വരേണ്ട അവസ്ഥ വന്നിട്ടില്ല, പക്ഷെ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് വെച്ച് നോക്കുമ്പം ഞാൻ കുറച്ചും കൂടി എന്താ പറയുക കാര്യമായിട്ട് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ കാണണം, സിനിമകളിൽ എനിക്ക് വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ സമയം കിട്ടാറില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി ഇൻപുട്സും സമയവും കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്ത് സിനിമയ്ക്ക് വേണ്ടി കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സിനിമ ഫ്ലോപ്പ് ആവും, നമുക്ക് എന്തെങ്കിലും വിഷമമാവും. ശരി, നമുക്ക് അപ്പോൾ നമ്മൾ റീസൺ നോക്കും, എന്തുകൊണ്ടായിരിക്കാം ഈ സിനിമ മോശമാവാൻ, അല്ലെങ്കിൽ ഈ സിനിമ ചെയ്യാൻ ആ സമയത്ത് ഉണ്ടാക്കിയെടുത്തൊരു ഡിസിഷൻ ഉണ്ടാവും. ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലായിരിക്കും, ചിലപ്പോൾ ഒരു നോ പറയാൻ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ച് ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ശ്രമിച്ചു നോക്കാം, ചിലപ്പോൾ നന്നായാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഫ്ലോപ്പ് ആവുന്ന സിനിമയുടെ പിന്നിലുള്ള ഓരോ റീസൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ റീസൺസ് ഉണ്ടാവും. ആ റീസൺസ് ഈ സിനിമ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. നീവനെ ഇത് വേണോ, ഇവിടെ റിസ്ക് ഇല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ റിസ്ക് ഉണ്ടെങ്കിലും പലരും നമ്മളോട് വേണ്ടപ്പെട്ടവർ പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി വളരെ ശ്രദ്ധിച്ചാണ് നീങ്ങണം. എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് വിനീതിനോടാണ്. എനിക്ക് അതിന് അപ്പുറം വേറെ ആരുമില്ല. അപ്പോൾ ആ കടപ്പാട് മറക്കാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ മനസ്സിൽ പിടിപ്പിച്ചേക്കുന്നത്. അല്ലാതെ വിനീതിനെ കാണുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഭയങ്കര റെസ്പെക്റ്റ് കാണിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നാറില്ല. ഞാനങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇതൊക്കെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്. പുറമേ ഒരാളെ കാണുമ്പോൾ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് കൂട്ടുകാരൊക്കെ ഡയറക്ടേഴ്സ് പറഞ്ഞാൽ അപ്പം നേരെ കാല് തൊട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുക. എനിക്കതൊന്നും ഫീൽ ചെയ്യാറില്ല, അങ്ങനെ തോന്നണമെന്നുള്ളൂ. ഉള്ളിലുണ്ടാവേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്നും എൻ്റെ ഉള്ളിലുണ്ടാവും.
പിന്നെ സിനിമകൾ ചെയ്യാൻ തന്നെ കംഫർട്ടബിൾ ടീമിൻ്റെ കൂടെ ആയിരിക്കും എപ്പോഴും എല്ലാവരും വർക്ക് ചെയ്യാൻ ആലോചിക്കുക. നമ്മളിപ്പോഴും പല കഥകൾ ആലോചിക്കും, നമുക്കിത് ചെയ്താലോ അത് ചെയ്താലോ അത് ഇങ്ങനെ ആലോചിക്കും, നമുക്കത് ആലോചിക്കും, ഡിസ്കഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് എന്താണ് പറയുക, അതൊരു